നമസ്കാരം, ഞാൻ ദീപു. എല്ലാ കൂട്ടുകാർക്കും അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയാണ്. ഇതൊരു തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും എൻജോയ് ചെയ്യുക. എല്ലാ മോഡലുകളിലും കാനോൺ ആയാലും നിക്കോൺ ആയാലും ഒട്ടുമിക്ക മോഡലുകളിലും ക്യാമറയുടെ കൂടെ തന്നെ ഫ്ലാഷ് വരുന്നുണ്ട്. അതിന് ബിൽറ്റ് ഇൻ ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട്. അതിന് പോപ്പ് ഫ്ലാഷ്. നമ്മൾ ഓട്ടോമാറ്റിക് മോഡിലിട്ട് ക്യാമറ, തുടക്കക്കാരൊക്കെ ഓട്ടോമാറ്റിക് മോഡിലായിരിക്കും മിക്കവാറും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഏത് സാഹചര്യത്തിലാണോ ലോ ലൈറ്റായിട്ട് ക്യാമറയ്ക്ക് തോന്നുന്നത്, ആ സാഹചര്യത്തിൽ ക്യാമറയുടെ പോപ്പ് ഫ്ലാഷ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുകയും ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണ്ടുന്ന ലൈറ്റ് കൊടുത്ത് കറക്റ്റ് എക്സ്പോഷർ, അതായത് ഒരുവിധം ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരുവിധം വൃത്തിയായിട്ടുള്ള ഓട്ടോ ഫോമിലുള്ള ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ആ ക്യാമറ ശ്രമിക്കുകയും ചെയ്യും. അത് പോയിന്റ് ഷൂട്ട് ക്യാമറകളിലായാലും ചെറിയ ക്യാമറ, ഈവൻ മൊബൈൽ ക്യാമറയിലായാൽ പോലും ഫ്ലാഷ് ഓണും ഓഫും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് DSLR-ലേക്ക് വരുവാണെങ്കിലും അതിനകത്തുണ്ട്. അപ്പം ഇതാണ് പോപ്പ് ഓഫ് ഫ്ലാഷ്. ഇത്തരം ഫ്ലാഷുകളെ ഇതിനെ സ്പീഡ് ലൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഇത് പല ബ്രാൻഡിൽ അവൈലബിൾ ആണ്. കാനോണിൻ്റെ ഉണ്ട്, നിക്കോണിൻ്റെ ഉണ്ട്, നിസിൻ എന്ന് പറയുന്നുണ്ട്, സിഗ്മയുടെ ഉണ്ട്, പിന്നെ എന്ന് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ഫ്ലാഷുകൾ, വില കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഫ്ലാഷുകൾ അവൈലബിൾ ആണ്. ഇത് പോപ്പ് ഫ്ലാഷിനേക്കാൾ കൂടുതൽ പവർ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ മറ്റാളുകൾക്കും ബഡ്ജറ്റ് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്ലാഷ്. ഈ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ പറയുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഫ്ലാഷുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ ലെൻസുകളെ ഒപ്പം തന്നെ ക്യാമറയ്ക്കൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്നൊരു ഘടകമാണ് ഫോട്ടോഗ്രാഫിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം ഫ്ലാഷ്. കാരണം ഫ്ലാഷിന് ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയുടെ ഒരു മെയിൻ ആണിക്കല്ലാണ്. അപ്പം എത്രത്തോളം ലൈറ്റും പ്രോപ്പറായിട്ടുള്ള ലൈറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ചിത്രങ്ങൾ കിട്ടൂ. അത് ഈവൻ കുറഞ്ഞ ലെൻസാണെങ്കിൽ, വില കുറഞ്ഞ ലെൻസാണെങ്കിൽ പോലും, ചീപ്പ് ലെൻസുകളാണെങ്കിൽ പോലും നമ്മൾ നല്ല ഫ്ലാഷ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കഴിവതും പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ബ്രാൻഡിൻ്റെ ആയാൽ കൂടി ഒരു ഫ്ലാഷ് വാങ്ങിക്കാൻ ശ്രമിക്കണം. അപ്പം വില കുറഞ്ഞ ഫ്ലാഷ് ആകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിങ്ക് സ്പീഡ്, ഇതിൻ്റെ റീസൈക്കിൾ സ്പീഡ്, ഇതിൻ്റെ ഓപ്ഷൻസ്, അതായത് ഇതെന്ന് പറയുന്നത് കാനോണിൻ്റെ 600 EX-RT എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ റിമോട്ട് ട്രിഗറുള്ള ഒരു ഫ്ലാഷാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് സൂം ചെയ്യാൻ പറ്റും. ലെൻസ് പോലെ തന്നെ ഈ ഫ്ലാഷിൻ്റെ ഈ ബീംസ് നമുക്ക് വൈഡ് ആക്കാൻ പറ്റും. ടെലി പോലെ തന്നെ 200 mm മുതൽ 24 mm വരെ വൈഡ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പാനൽ പിടിച്ചിടുകയാണെങ്കിൽ 40 mm വരെ അൾട്രാ വൈഡായിട്ട് മാറ്റാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ളതാണ് ഈ ഫ്ലാഷ്. അപ്പം ഫ്ലാഷിന് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഫോട്ടോഗ്രാഫിയിലുള്ളത്. അപ്പോൾ ഈ പോപ്പപ്പ് ഫ്ലാഷുകൾ ഉപയോഗിക്കുന്നതിന് റീചാർജബിൾ ബാറ്ററീസ് ഉണ്ട്. AA ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. റീചാർജബിൾ ബാറ്ററികളാകുമ്പോൾ കൂടുതൽ നാൾ നമുക്ക് സെയിം ബാറ്ററി തന്നെ ഉപയോഗിക്കാൻ പറ്റും. 2-3 തരം സെറ്റ് സ്പെയർ ബാറ്ററികൾ എപ്പോഴും ആവശ്യമായിട്ട് വരും ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ. അപ്പം ഇതാണ് സ്പീഡ് ലൈറ്റ്. ഇനി ഇതിന് പറയുന്ന പേരാണ് സ്ട്രോബ്. ഇത് പവർഫുൾ ആയിട്ടുള്ള സ്ട്രോബ്സ് ആണ്. ഇത് വയർ കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് വയർ കേബിൾ കണക്ട് ചെയ്ത് പവർ കോഡ് കണക്ട് ചെയ്യണം. പവർ കോഡ് കണക്ട് ചെയ്തിട്ട് ഇത് പ്രോഫോട്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇത്. സ്ട്രോബ് എന്ന് പറയുമ്പോൾ അത് കറണ്ട് കണക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഓണാവും. ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ലൈറ്റിനെ അപേക്ഷിച്ച് അതിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് ഇത് വരുന്നത്. സ്റ്റുഡിയോകളിലും മറ്റുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് മിക്കവാറും കല്യാണങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാർട്ടികൾക്കും എല്ലാം ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ലൈറ്റിൻ്റെ 10 മടങ്ങ്, ഏതാണ്ട് 10 ഇരട്ടിയോളം പവറാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫ്ലാഷ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഫ്ലാഷ് ഉപയോഗിക്കുന്നത്, നേരത്തെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, നമുക്കിത് ലോ ലൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നട്ടുച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത്, സൂര്യൻ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഫ്ലാഷ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് മാനുവൽ മോഡിലാണെങ്കിൽ ചിലപ്പോൾ പറ്റുകയുള്ളൂ. കാരണം ചില മിനിമം ക്യാമറകളിലെല്ലാം തന്നെ ഓട്ടോമാറ്റിക് മോഡിലിടുമ്പോൾ ക്യാമറ ഒരിക്കലും ആ ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റത്തില്ല. മാനുവൽ മോഡിലോ മറ്റ് ക്യാമറയുടെ ഏതെങ്കിലും മോഡുകളിലെല്ലാം തന്നെ നമുക്ക് മാനുവലായിട്ട് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പകൽ സമയത്ത് നമ്മൾ ഹാർഷായിട്ടുള്ള ലൈറ്റ് വരികയാണ്. സൂര്യൻ നല്ല നട്ടുച്ചയ്ക്ക് ചിലപ്പം വരുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പം ഈ ഭാഗത്ത് മൊത്തം ഡാർക്കായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയിട്ട് നമ്മുടെ മുഖം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മുഖം വളരെ ഇരുണ്ടിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നട്ടുച്ചയ്ക്ക് പകൽ
എത്ര വെളിച്ചമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം രാത്രിയിലോ ലോ ലൈറ്റ് സിറ്റുവേഷനിലോ മാത്രമല്ല ഫ്ലാഷിൻ്റെ ഉപയോഗം, നല്ല വെയിലത്തും നല്ല വെട്ടമുള്ള സാഹചര്യങ്ങളും ഫ്ലാഷ് ഇട്ടെടുക്കുക, വ്യത്യാസം ഉണ്ടാകും പറ്റും. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ എഴുതി അറിയിക്കണം. അത് എന്തെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസം ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് കമൻ്റായിട്ട് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഈ ലൈറ്റ് ഫ്ലാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ക്യാമറകളിലും ക്യാനോണിൻ്റെ പ്രീമിയം കുറച്ച് ഹൈ പ്രൊഫഷണലായിട്ടുള്ള 5D Mark III 1DX തുടങ്ങിയ മോഡലുകളിൽ ഒഴികെ 6D അതിലൊക്കെ ഒഴികെ ബാക്കി എല്ലാവിധ മോഡലുകളിലും അതിൻ്റെ കൂടെ തന്നെ ഒരു പോപ്പ് ഫ്ലാഷ് വരുന്നുണ്ട്. അതല്ലാതെ അതിൻ്റേതായ പരിമിതികളുണ്ട്. കാരണം അതിനകത്തുള്ള ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അതിൻ്റെ സിങ്ക് ടൈം, അതായത് അതിൻ്റെ റീസൈക്കിൾ ടൈം കുറച്ചും കൂടെ കൂടുതൽ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്യാമറയിൽ നോക്കുമ്പോൾ ബിസി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കുറേ നേരം നമ്മൾ ഫ്ലാഷ് ഇട്ടിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അടുത്ത ചെയ്യുന്ന സമയത്ത് ബിസി എന്ന് പറഞ്ഞുകൊണ്ട് ഓറഞ്ച് കളറിൽ നമുക്ക് കാണും, ക്യാമറ ക്ലിക്ക് ആവത്തില്ല. അന്നേരം നമ്മൾ വിചാരിക്കും അയ്യോ ക്യാമറയ്ക്ക് വല്ല കുഴപ്പമാണോ, എന്താണ് ഈ ബിസി കാർഡ് റീഡ് ചെയ്യാത്തതാണോ എന്നെല്ലാം കുറേ സംശയങ്ങൾ തോന്നാറുണ്ട്. പക്ഷേ ശരിക്കും അത് ആ ഫ്ലാഷിൻ്റെ റീസൈക്കിൾ ടൈം, അതായത് ആ ഫ്ലാഷ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഫ്ലാഷാണ്, അത് ചൂടാവും. അപ്പോൾ ആ ലൈറ്റിന് തണുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ഫയർ ചെയ്യാൻ വേണ്ടി പാകമാകാൻ വേണ്ടിയിട്ട് അത് കുറേ നേരത്തേക്ക് ഓഫ് ആവായിട്ടിരിക്കും. ആ സമയത്താണ് ക്യാമറ ബിസി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. പിന്നെ ഈ ലൈറ്റുകൾ നമ്മൾ ഹാർഷായിട്ടുള്ള ലൈറ്റ് സൂര്യൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ ഹാർഷായിട്ട് ആയിരിക്കും ഈ ഫ്ലാഷിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ. അപ്പം അതിനകത്ത് ആ ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഫ്ലാഷ് സ്പീഡ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പം അതിനെ ഡിഫ്യൂസ് ചെയ്യണം. അതായത് അതിന് ലൈറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. നമ്മുടെ പല സാഹചര്യത്തിനനുസരിച്ച് പല രീതിയിലുള്ള മോഡിഫയേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. പല തരത്തിലുള്ള ലൈറ്റിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം ലൈറ്റുകളുടെ മോഡിഫൈ ചെയ്യുന്നത് എന്താണ്, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇതൊരു സാധാരണ ചെറിയ തരം ഡിഫ്യൂസറാണ്. നമുക്ക് ഈ ലൈറ്റിൻ്റെ പവർ, ഇത്തരം ലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു ഡിഫ്യൂസർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പവർ കുറച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ പവർ അധികം നശിപ്പിക്കുന്നില്ല, പക്ഷേ അത് വളരെ ഓവറായിട്ട് ഒരു പോയിന്റിലേക്ക് വന്ന് പഞ്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് സോഫ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. പിന്നീട് ഒരു വൈഡായിട്ടുള്ള ഒരെണ്ണമുണ്ട്. ഇത് എല്ലാത്തിനും അവൈലബിൾ അല്ല, എങ്കിലും ഉള്ള മോഡലുകളിൽ ഈ ഒരു സാധനം വലിച്ച് നമുക്ക് ഇത് വൈഡ് ആംഗിളായിട്ട് ഇടുമ്പം ഇതും ഒരു പരിധി വരെ ഡിഫ്യൂസായിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഘടകമാണ് സോഫ്റ്റ് ബോക്സുകൾ. ഇത് പല നീളത്തിലും വീതിയിലും പല ഷേപ്പിലും ഉണ്ട്, പല തരത്തിലുള്ള. ഇത് ഞാൻ ചെറിയ ഒരെണ്ണമാണ് ഇപ്പോൾ ഉള്ളത്, ഞാൻ കയ്യിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു സാധനമാണ്. ഇതിന് 3-4 ഘടകങ്ങളുണ്ട്. ഇത് നല്ല അകത്ത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. അതിന് ശേഷം രണ്ടാമത് ഇങ്ങനെ ഇതുപോലൊരു സോഫ്റ്റ് ഡിഫ്യൂസറുണ്ട്. അതിൻ്റെ വെളിയിൽ വീണ്ടും അടുത്ത ഒരെണ്ണം കൂടെ ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ വരും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിഫ്യൂസറിൻ്റെ ഒരു ഘടന. അപ്പം ഈ ഡിഫ്യൂസറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആ കൊടുക്കുന്ന സ്പീഡ് ലൈറ്റിൻ്റെ പവർ വലിയ രീതിയിൽ കുറയ്ക്കാതെ അതിനെ ജസ്റ്റ് സോഫ്റ്റ് ആക്കി മാറ്റും. അതായത് ഹാർഷായിട്ട് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന്, ഇപ്പം ചില ഫോട്ടോസ് എടുക്കുന്ന നോക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ഇട്ട് എടുക്കുമ്പോൾ ചില ഈ ഭാഗത്തോ ഏത് ചിന്നിലോ എവിടാണോ അത് ആ ലൈറ്റ് കറക്റ്റായിട്ട് വന്ന് വീഴുന്നത് ആ ഭാഗം മാത്രം വെളുത്തിരിക്കും. ഓവർ എക്സ്പോസ് ആയെന്നാണ് നമ്മൾ ക്യാമറയുടെ ഫോട്ടോഗ്രാഫി ഭാഷയെ പറഞ്ഞാൽ ഓവർ എക്സ്പോസ് ആയിപ്പോയി എന്ന് പറയും. ആ ഭാഗം അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെന്ന് പറയും. അതായത് സ്കിൻ എന്തുവാന്ന് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു വെളുത്ത വലിയ പൊട്ട് പോലൊക്കെ ഇരിക്കും. ചിലത് കണ്ണങ്ങ് വെളുത്തു പോവും, പല ഭാഗങ്ങളങ്ങനെ വെളുത്തു. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം സോഫ്റ്റ് ബോക്സുകൾ, ഇതിന് സോഫ്റ്റ് ബോക്സ് എന്നാണ് പറയുന്നത്. ഇതൊരു ലൈറ്റ് മോഡിഫൈ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്, ഒരു ആക്സസറിയാണ്. ഈ ഒരു മോഡിഫയർ പല ഷേപ്പിലും പല നീളത്തിലും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മോഡിഫയർ ഉപയോഗിച്ച് നമുക്കത് സോഫ്റ്റ് ആക്കി മാറ്റാം. എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് വരുന്നോ അത്രത്തോളം മനോഹരമായിരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പം ഫ്ലാഷ് ഉപയോഗിക്കുക, പ്ലസ് ഇതുപോലെ ഏതെങ്കിലും ഒരു മോഡിഫയർ ഉപയോഗിച്ച് വേണം കഴിവതും ഫ്ലാഷ് ചെയ്യാൻ. കഴിവതും പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും ഫ്ലാഷ് ചെയ്യാതിരിക്കുന്നതാണ് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്, ഡീറ്റെയിൽ നഷ്ടപ്പെടാതിരിക്കും. അപ്പം ഇതുപോലെ ഒരെണ്ണം മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇത്തരം സ്പീഡ് ലൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഫ്ലാഷുകളുടെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫുൾ പവർ 1/2 എന്ന് പറഞ്ഞ് അങ്ങനെ പല തരത്തിൽ ഇതിൻ്റെ പവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പവർ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പവർ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം മാനുവൽ മോഡിൽ.
ഇതിന് തന്നെ ETTL എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതായത് നമ്മുടെ ക്യാമറയുടെ ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക് മോഡ്. ഇപ്പോൾ ക്യാമറയിൽ ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇതിനകത്ത് ETTL മോഡ് എന്ന് പറയുന്നത്. അപ്പം ETTL മോഡ് എന്ന് പറയുമ്പം നമ്മൾ എത്ര റിക്വയർഡ് ആയിട്ടുള്ള ലൈറ്റാണോ വേണ്ടതെന്ന് ക്യാമറ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഫ്ലാഷ് ഫയർ ചെയ്യും. എത്ര ഫ്ലാഷ് വേണോ അത്രയും മാത്രമേ ഫയർ ചെയ്യൂ. അപ്പം അങ്ങനെ ഒരു ഗുണവും കൂടെ ഇതിനകത്തുണ്ട്. തുടക്കക്കാരെന്ന നിലയിലും നിങ്ങൾ ഓട്ടോയിലിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് നാളത്തേക്കും ചെയ്യുക. അതിനുശേഷം എക്സ്പോഷർ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പച്ചർ, ഷട്ടർ സ്പീഡ്, ISO തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതിനെയാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പം അതും എന്താണെന്നും കറക്റ്റ് എക്സ്പോഷർ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയം ഇങ്ങനെ ഇത്രയും പിടിച്ചിരുത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ലഘുവായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബിലോ ആയിട്ട് താഴെ എഴുതാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം. പിന്നെ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം വരും എപ്പിസോഡുകളിൽ നമുക്ക് കുറേ കൂടുതൽ കാര്യങ്ങൾ പതുക്കെ പഠിക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.